ഹായ് L3 ഇന്നലെ സോഷ്യൽ മീഡിയ കത്തിച്ചിരിക്കുന്നത് L3 തന്നെയാണ്. തീർച്ചയായും L3 വരും, അതും മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ തന്നെ. 2027 സിനിമയുടെ ഷൂട്ടിംഗും തുടങ്ങും. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു റിലീസും അവർ പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മൾക്ക് പറയാനുള്ളത് L2 എമ്പുരാനിൽ ചെയ്തതുപോലുള്ള മണ്ടത്തരം L3യിൽ ചെയ്തു വെക്കരുത് എന്നുള്ളതാണ്. എമ്പുരാൻ വലിയ കളക്ഷൻ നേടിയ സിനിമയാണ്. അതായത് 266 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയ സിനിമയാണ്. പക്ഷെ പ്രേക്ഷകരിൽ സിനിമ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയെടുത്തത്. സിനിമ മികച്ച സിനിമയായിരുന്നു എങ്കിൽ, അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് സിനിമ പോയിരുന്നത് എങ്കിൽ 500 കോടിയും കടന്ന് ഒരുപാട് മുകളിലേക്ക് സിനിമ സഞ്ചരിച്ചേനെ. ഇവിടെ 266 കോടിയിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയുടെ കഥ തന്നെയാണ്. തീർച്ചയായും പല ആൾക്കാരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് L2 എമ്പുരാൻ പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല എന്നുള്ളൊരു കാര്യം. നമ്മളെല്ലാവരും എമ്പുരാനെ കാത്തിരുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ കേൾക്കാനാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ ഖുറേഷിയായി എന്നുള്ള കഥ അറിയാനാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ലൂസിഫർ ക്ലൈമാക്സിൽ ലാലേട്ടൻ വരുന്ന ആ ലുക്ക്, ഖുറേഷിയായി ലാലേട്ടനെ കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് എല്ലാവരും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയത്. പക്ഷെ അവിടെ ചെയ്ത മണ്ടത്തരം, തീർച്ചയായും മണ്ടത്തരം എന്ന് തന്നെ പറയും. ഖുറേഷിയെ കാണാൻ പോയിട്ട് അവിടെ സയ്യിദ് മസൂദിന്റെ കഥയാണ് പറഞ്ഞത്. മോഹൻലാലിനെ നായകനാക്കി സൈഡിലൂടെ പൃഥ്വിരാജിന്റെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എമ്പുരാനിൽ നമ്മൾ കണ്ടത്. അത് നമ്മൾക്ക് ഒട്ടും വർക്കായില്ല. പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. സിനിമയുടെ മേക്കിംഗ് എല്ലാം പൊളിയാണ്. അവിടെ സയ്യിദ് മസൂദിന്റെ കഥയല്ല നമ്മൾക്ക് വേണ്ടത്, ഖുറേഷിയുടെ കഥയാണ്. തീർച്ചയായും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ആ സിനിമ അത്രയ്ക്കങ്ങ് സുഖിക്കാതെ പോയത്. ഒരുപക്ഷെ ഖുറേഷിയുടെ കഥ പറഞ്ഞിരുന്നു എങ്കിൽ എമ്പുരാൻ വേറെ ലെവൽ തരംഗമായേനെ. ആ സിനിമയിൽ നമുക്ക് സയ്യിദ് മസൂദിന്റെ കഥ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു മണ്ടത്തരം അവർ ചെയ്തത് കൊണ്ട് തന്നെയാണ് സിനിമ സമ്മിശ്ര പ്രതികരണം നേടിയത്. തീർച്ചയായും L3യിൽ സയ്യിദ് മസൂദോ അതുപോലുള്ള ക്യാരക്ടറുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സ്റ്റീഫൻ എങ്ങനെ ഖുറേഷിയായി എന്നുള്ള കഥ തന്നെയാണ് L3യിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇനി മാറ്റം വരുത്തിയാൽ വീണ്ടും പണി ഉറപ്പാണ്. സിനിമ സാമ്പത്തികമായിട്ടൊക്കെ വിജയിക്കുമായിരിക്കും. പക്ഷെ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്റ്റീഫൻ ഖുറേഷിയായ കഥ തന്നെ പറയണം. അത് മാത്രമേ പ്രേക്ഷകർ ഉൾക്കൊള്ളുകയുള്ളൂ. എന്തായാലും സിനിമ 2027 സംഭവിക്കും. സിനിമ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൃശ്യം 3 എന്ന സിനിമ തന്നെയാണ്. അതിൽ നിന്ന് കിട്ടിയ വലിയ ലാഭം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കാൻ ആശീർവാദ് സിനിമാസിന് ധൈര്യം കൊടുത്തത്. അപ്പൊ എന്തായാലും L3 അസ്രയേൽ വരട്ടെ. പ്രേക്ഷകർ ആഗ്രഹിച്ച രീതിയിൽ സിനിമ മികച്ചതായി മാറട്ടെ. മലയാളത്തിൽ പുതിയ പുതിയ റെക്കോർഡുകൾ തീർക്കട്ടെ. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.